സമരങ്ങളെ നിശബ്ദമാക്കണം. ഇത് എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഭരണകൂടവും പിണറായി വിജയന്റെ ഭരണകൂടവും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പൊ ഗവൺമെന്റിന്റെ ആളുകൾ ഇവിടെ പറയുന്നത് കേട്ടു. സമരം ചെയ്തപ്പോഴുണ്ടായ അക്രമത്തെ തടയാൻ ശ്രമിച്ചില്ല. പുലർച്ചെ വെളുപ്പാങ്കാലത്ത് അറസ്റ്റ് ചെയ്തത് ക്രമസമാധാന പ്രശ്നം തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇതിനു മുമ്പൊരു കേസിൽ, കള്ളക്കേസിൽ സർക്കാർ പ്രതിയാക്കിയപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് പോയി ഹാജരായ ആളല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആ കേസിൽ അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ സമരം ചെയ്യും. അതല്ലാതെ പോലീസിന് നിയമപരമായ ഒരു നടപടിയും നമ്മൾ മാറി നിന്നിട്ടില്ല. അതുമാത്രമല്ല, ഇവിടെ അദ്ദേഹത്തെ ഇന്ന് രാവിലെ മുതൽ എന്തൊരു പീഡനമാണ്. വെളുപ്പിനെ അറസ്റ്റ് ചെയ്യുന്നു, AR ക്യാമ്പിൽ കൊണ്ടുപോകുന്നു, അതിനുശേഷം നഗരം ചുറ്റി മാധ്യമങ്ങളോട് പറയുന്നില്ല. ഈ നിലയിലെല്ലാമുള്ള ഒരു ഭരണകൂടത്തിന്റെ, ഭ്രാന്തി പിടിച്ച ഭരണകൂടത്തിന്റെ നടപടികളാണ് കാലത്ത് മുതൽ ഇവിടെ കണ്ടത്. ഞങ്ങൾ കോടതിയോട് ഇതിന്റെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിരുന്നു. കോടതിയിൽ പറഞ്ഞു, പക്ഷേ ജാമ്യം കിട്ടിയിട്ടില്ല. ഇവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് 14 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിൽ അടച്ചതുകൊണ്ട് പിണറായി വിജയനെതിരായിട്ടുള്ള സമരങ്ങൾ ഒന്നും തന്നെ അവസാനിക്കാൻ പോകുന്നില്ല. ഈ നിമിഷം മുതൽ പ്രതിഷേധവും, രാവിലെ മുതലുള്ള പ്രതിഷേധവും, ആ പ്രതിഷേധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പച്ചക്കള്ളമാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പച്ചക്കള്ളമാണ് പറഞ്ഞത്. ആരോഗ്യസ്ഥിതി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വാദപ്രതിവാദങ്ങൾ നടന്നത്. 2 തവണ ഈ വൈദ്യപരിശോധന അടക്കം നടത്തുകയും ചെയ്തിരുന്നു. ഈ APP സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ ആരോഗ്യസ്ഥിതി ഉണ്ടായിട്ടും പല പൊതുവേദികളിലും രാഹുൽ പങ്കെടുത്തിരുന്നു, അതുകൂടി കണക്കിലെടുത്തു എന്നാണ്. അത് അദ്ദേഹത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ശരിയാണല്ലോ. അദ്ദേഹം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയതിനു ശേഷവും പൊതുപരിപാടിയിൽ പോകുന്നത് അദ്ദേഹത്തിന്റെ ഒരു മനോധൈര്യമാണ്. ആ മനോധൈര്യമുള്ള നേതാവാണ് അദ്ദേഹം. മാധ്യമങ്ങൾക്ക് മുന്നിൽ PC വിഷ്ണുനാഥ്, സർക്കാർ കോടതിയിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നു. അതിരാവിലെ അറസ്റ്റ് ചെയ്തത് ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കാനാണ് എന്നുള്ള വാദം പോലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇതിനു മുൻപ് ഉണ്ടായ കേസിൽ നേരിട്ട് ഹാജരായ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ കള്ളക്കേസ് ആണ് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ള വാദമാണ് സർക്കാർ കോടതി മുൻപാകെ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര ഭരണ ഏത് രീതിയിൽ ധാർഷ്ട്യത്തിലുള്ള രീതി പിന്തുടരുന്നോ അതേ രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു രീതിയാണ് സംസ്ഥാനത്തും പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കുന്നത് എന്നുള്ള ആരോപണം PC വിഷ്ണുനാഥിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കും, പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ള മുന്നറിയിപ്പുകളുണ്ട്.